ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെൽത്തി സ്മൂത്തി ആക്കാം. ഓട്സ് കൊണ്ടാണ്. അപ്പോൾ ഓട്സ് ഞാൻ ആദ്യം പാലിലൊന്ന് നേർപ്പിച്ച പാലിലാണ് ഒന്ന് കുതിർത്തി വെക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ നട്ട്സും കൂടെ നമുക്ക് കുതിർത്തി വെക്കണം. നട്ട്സ് ഒരു 4 നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ഒന്ന് കുതിർത്തി വെക്കുന്നത് നമുക്ക് ബ്ലെൻഡറിൽ വെച്ച് അരയ്ക്കാനുള്ള. അപ്പം അത് കാരണം അതൊന്ന് കുതിർത്തി വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാമേ. ചിക്കു ഫ്രൂട്ടാണ് ഇത്. ഇതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം. നന്നായിട്ട് പഴുത്തു ഇത് ശരിക്കും. ദേശം ഇങ്ങനെ എടുത്താൽ മതി. ഇത് സ്പൂണും കൊണ്ട് ഇങ്ങനെ ശരിക്കും എടുക്കുക. ശരിക്കും പഴുത്തത് കൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ എടുക്കാനൊരു ബുദ്ധിമുട്ട് വന്നത്. നന്നായിട്ട് പഴുത്തു ഇത് ശരിക്കും. പഴുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ പച്ചയായിരുന്നു. അപ്പോൾ പഴുക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നത്. നന്നായിട്ട് പഴുത്തു. ഇതുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചിക്കുവിൻ്റെ ടേസ്റ്റ് മാത്രം ഇഷ്ടപ്പെടാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പം അതിൻ്റെ കൂടെ 2-3 ഈന്തപ്പഴവും കൂടി. അപ്പം അത് ഹെൽത്തി ആവുകയും ചെയ്യും. ചിക്കുവിന് പകരം ഈ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ഫ്രൂട്ട്സ് ഇട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ചിക്കു, നാളെ ബനാന, അങ്ങനെ ഏതെങ്കിലും മാറി മാറി ഇടയ്ക്കിടയ്ക്ക്. എല്ലാ ദിവസവും സ്മൂത്തി അല്ല, ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ ഒരേ മാറ്റങ്ങൾ വരുത്തും. ഇതിൻ്റെ കൂടെ നമുക്ക് ബൂസ്റ്റ് ഇട്ടും ചെയ്യാം. ബൂസ്റ്റും കൂടെ ഈ ടേസ്റ്റ്, ചിക്കുവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ആ ബൂസ്റ്റ് വരുമ്പോൾ അതും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നെസ്കഫയോ അല്ലെങ്കിൽ ബ്രൂവോ അതും നല്ലതാണ്. കാപ്പിയുടെ ആ ഒരു ടേസ്റ്റ് വരും. അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ നേരെ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ ഷുഗർ കുറച്ചുകൂടി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഹെൽത്തി ആയതുകൊണ്ട് പഞ്ചസാര വേണ്ട, നമുക്ക് തേൻ ഉപയോഗിക്കാം. ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഉള്ള മധുരം കൊണ്ട് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാമേ. ഓട്സ് എല്ലാം നന്നായിട്ട് കുതിർന്നു. പിന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. ഇതിന് കുറച്ചുകൂടി ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെയൊന്ന് ഇത് ഹെർഷീസിൻ്റെ സിറപ്പാണ്. ഇത് വേണമെന്നില്ല, ഇത് ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ജാറിൽ നിന്ന് ഇതിനകത്തേക്ക് ഇനി ഇതിൻ്റെ മേളിൽ ഒന്ന് ഹെൽത്തി സ്മൂത്തി ആകുമ്പോൾ ഇത് ഒഴിക്കണം എന്നില്ല. പിന്നെ ഞാനൊരു ഭംഗിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. സാധാരണ ഇത് ചെയ്യുന്നതല്ല. ഇളക്കി ഇങ്ങനെ ഇരിക്കും. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഹെർഷീസിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമ്മുടെ ആ ചിക്കുവിൻ്റെ ഒരു ഇരട്ടി മധുരം പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് മാറി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് മതി. നല്ല ഹെൽത്തി, അത് നല്ല ഒരേ ഫ്രൂട്ട്സ് മാറ്റി മാറ്റി ചെയ്താൽ മതി.
പല ഫ്രൂട്ട്സും കഴിയാം. സ്ട്രോബെറി ഒക്കെ കിട്ടണ സമയത്താണ് സ്ട്രോബെറി ഇട്ട് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് ഇന്നിപ്പോൾ ചിക്കു കിട്ടി, ചിക്കുവിൻ്റെ. ഇനി ഇതിൻ്റെ കൂടെ അവക്കാഡോ ഇട്ട് ചെയ്യാം. ഓരോന്ന് മാറി മാറി നമുക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത സ്മൂത്തി ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, താങ്ക് യു. ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ, നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഈ സ്മൂത്തിയാണ് എനിക്ക് ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വിശപ്പും ആവത്തുള്ളൂ, നല്ലതുമാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.